ഹലോ, നമുക്കിന്നൊരു യാത്ര പോയാലോ? യാത്ര പോകുമ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതേപോലത്തെ ഒരു വട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളെല്ലാം. അപ്പോൾ നമ്മുടെ ദുബായിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാം. കയറുമ്പോൾ തന്നെ ഡോറിൻ്റെ അവിടെ നമ്മുടെ ഒരു പാണ്ട ഇരിപ്പിട്ട് പിന്നെ ഫുൾ ടൈം ഉറക്കമാണ് കേട്ടോ. എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് ദുബായുടെ റിട്ടേഴ്സ് വരുന്ന കുറച്ച് മാലാകമാരോട് ഇരിപ്പുണ്ട്. അതുകൂടാതെ മേളിലൊരാൾ ചിരിച്ചിരിക്കുന്നത് കണ്ട ഫുൾ ടൈം ഹാപ്പിനെസ്സാണ് പുള്ളിയുടെ ഫേസിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതേ വണ്ടീനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മേളിലൊരാളുണ്ട്. ഇത് രണ്ടും എൻ്റെ പ്രാർത്ഥനകളാണ്. ഇതെല്ലാം കൂടാതെ മിററിൻ്റെ മേളിൽ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. വൺ ബൈ ആയിട്ട് കണ്ട കുറച്ച് ആൾക്കാരെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് എവിടേക്കാണ് യാത്ര എന്നല്ലേ? ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പാർക്കിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ലൊക്കേഷനും എന്താ പറയുക ഈ ഒരു പാർക്കിനെ കുറിച്ചൊക്കെ അറിയണത്. ഷാർജ പോലീസ് പാർക്ക്. കുറേ പേര് കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. ജനുവരി 5 വരെ ഉള്ളൂ കേട്ടോ അവിടുത്തെ ഒരു നമുക്കൊരു എൻട്രി. അത് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യും. ഈ ഒരു വിൻ്ററിൽ മാത്രം നമുക്കത് കയറാൻ പറ്റുന്ന ഒരു പാർക്കാണ്. അപ്പോൾ ആ പാർക്കിലോട്ടാണ് ഒരു യാത്ര. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഒറ്റക്ക് പാട്ടൊക്കെ ഇട്ടൊരു യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, കുറേ പേരുണ്ടാവില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, ഡ്രൈവ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള. അപ്പോൾ ദുബായ് ഭയങ്കര സേഫായിട്ട് കൊണ്ടേ അവിടെ നമുക്ക് എത്തിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പം നമ്മുടെ വണ്ടി സേഫായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ലൊരു മരുഭൂമിയാണ്. ഇതുണ്ടാ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം ഉണ്ടാ. സൂപ്പർ വൈബാണേ. ഇതുണ്ടോ മരുഭൂമിയിൽ കണ്ടുവരുന്ന ഒരുതരം പഴമാണ് ഇത്. ഇത് ഫാഷൻ ഫുഡോ അല്ലെങ്കിൽ ഇതോന്നൊക്കെ പറഞ്ഞിട്ട് ആരും കഴിക്കാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. വൃത്തിയിട്ട മണമൊക്കെ ഉണ്ട്. വിഷം വല്ലതും ഒഴിക്കും. അപ്പോൾ ആരും ഇങ്ങനത്തെ ഒരു തിണ്ട് കഴിക്കില്ല. പൊട്ടിച്ച് നോക്കണം. നമ്മുടെ ഒരു നാരങ്ങ എന്താ പറയണ ഇവിടെ ഒരു കുഴിയുണ്ട് പാമ്പിൻ്റെ. നോക്കി പാമ്പിൻ്റെ പുത്തതേ. പാമ്പിനെ കണ്ട് പേടിച്ച് ഓടിയതാണ് ഒരു ഒട്ടകത്തിന് മുമ്പിൽ. അതിന് തുടരണമെന്നുണ്ട്, അടുത്ത് വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാലും ഭയന്ന് കുറച്ച് നേരം ഇരുന്ന ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ് എൻ്റെ ദുവ. പിന്നെ നേരെ പാർക്കിലോട്ട്. അവിടെ അടിപൊളി വൈബാണ് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ വൈബാണ്. പിന്നെ ട്രെയിനിൽ കയറാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ട്രെയിൻ യാത്രയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഊട്ടി കിലുക്കം ആ സിനിമയിലൊക്കെ പോകുന്ന അതേ ഫീലാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഞാൻ കാണാൻ എന്തേ ലേറ്റായി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്ര സൂപ്പർ വൈബായിരുന്നു ആ ട്രെയിൻ യാത്രയിലും. പിന്നെ നമ്മൾ എന്താ പറയുക, കണക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളവിടെ ചെന്ന് അത് ശരിക്കും കണ്ടറിയേണ്ട സംഭവങ്ങളാണ്. നമ്മൾ ആ ട്രെയിനിൽ പോകുന്നതും തിരിച്ചു വരുന്നതും നമുക്ക് ആ കാറ്റും വൈബും ഒക്കെ. മരുഭൂമിയിൽ ഇങ്ങനൊരു സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ തിരിച്ച് വന്നതിന് കുറച്ച് വെള്ളം ലേക്ക് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാരണം ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ. ഒരു 10-15 മിനിറ്റ് ഉള്ളൂ. ഭയങ്കര വൈബായിരുന്നു. എൻ്റെ ഫേസിൽ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫാമിലീസും അതുപോലെ തന്നെ എന്താ പറയുക കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഗൺ എടുക്കാൻ വേണ്ടി പോയി. ഒരു രക്ഷയില്ല. പോലീസുകാരനാണ് അത് പറഞ്ഞു തരുന്നത് നമുക്ക്. പക്ഷേ ഒരു ഇതുപോലും ആ ഒരു ഇതിൽ കൊണ്ടിട്ടില്ല കേട്ടോ. ആ കാണുന്ന ബോർഡിൽ അതിൽ കൊള്ളണം, ഒരെണ്ണം പോലും കൊണ്ടില്ല. വളരെ ഗംഭീരമായിട്ട് തോറ്റ് പിന്മാറി ഞാൻ വീണ്ടും അടുത്തൊരു സ്ഥലത്തോട്ട് വീണ്ടും പോയി. അപ്പോൾ ഇതാണ് രാത്രി വൈബ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് കേട്ടോ, സൂപ്പറായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തടാകം പോലെ അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മേളിൽ കുറച്ച് വെള്ളമൊക്കെ വരുന്നത്. നല്ലൊരു ഫോട്ടോയും വീഡിയോസും പിള്ളേർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺസെറ്റ് കണ്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പറായിട്ട് അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഈ ഒരു തണുത്ത കാറ്റുമാണ് സൺസെറ്റ് കണ്ട്. പിന്നെ കുറച്ച് ഫ്ലവർ എല്ലാം കണ്ടു. ഒത്തിരി കാണാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പെട്ടെന്ന് പോന്നു കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലൊക്കേഷൻ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജനുവരി 5 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ.